ശ്രീ സി കെ ഷാക്കിർ പറയാനൊന്നും അവശേഷിക്കുന്നില്ല കോൺഗ്രസിന്. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ പുതിയൊരു തന്ത്രവുമായി വന്നിരിക്കുകയാണ്. ഇതിനെ രാഷ്ട്രീയമായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന്. വികലമാണ് കോൺഗ്രസിന്റെ സമീപനം ഇക്കാര്യത്തിൽ. ലീഗ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് വികലമായ ഒരു കാര്യം കോൺഗ്രസ് നേതാക്കൾ പറയുകയാണ്. പിടിക്കാത്തതിലുള്ള കുറ്റം കേരള പോലീസിലേക്ക് ചാർത്തുന്നു, അത് സർക്കാർ ഈ വിഷയം നീട്ടിക്കൊണ്ട് പോകുന്നുവെന്ന്. മറുവശത്ത് കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്ന ഒരു ദുർഗതിയുണ്ടല്ലോ. പലതവണ ചർച്ചകളിലും അതുപോലെ തന്നെ കോൺഗ്രസിലെ തന്നെ വനിതാ നേതാക്കളും മറ്റു നേതാക്കളും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇങ്ങനെ കൊണ്ടുപോകരുത്. പാലക്കാട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വേദിയിൽ ഇരുത്തുന്നത് ശരിയല്ല. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു. എന്നിട്ട് മേമ്പൊടിക്ക് പറയുകയും ചെയ്തു ഞങ്ങൾ ഉടനെ തന്നെ നടപടിയെടുത്തതാണ് എന്ന്. അതൊന്നും ഉണ്ടായില്ല. ഈ പരാതി വരുന്നത് വരെ അദൃശ്യവും ദൃശ്യവുമായ കരങ്ങൾ ഉണ്ടായിരുന്നു മാങ്കൂട്ടത്തിൻ്റെ സംരക്ഷണമായിട്ട്. എന്നിട്ട് ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ പെട്ടെന്ന് പുറത്താക്കി. ഞങ്ങൾ ഇന്നലെ തന്നെ തീരുമാനമെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പുറത്താക്കി. പക്ഷേ എന്നിട്ടത് നേരെ പ്ലേറ്റ് തിരിച്ചു വയ്ക്കുകയാണ് ഇപ്പോൾ. സ്വർണ്ണക്കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടി കേരള പോലീസ് മാങ്കൂട്ടത്തിനെ പിടിക്കുന്നില്ല എന്ന്. അപ്പോൾ ഇതുവരെ സംരക്ഷണം നൽകിയതൊക്കെയോ? അല്ല, ഈ ഇൻട്രോയിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. കേരള പോലീസ് കള്ളനും പോലീസും കളിക്കുകയാണ്. കറക്റ്റാണ് ആ സാധനം. നിങ്ങൾ ആ പറഞ്ഞാൽ ചെറിയൊരു മാറ്റം വരുത്തണം. അതായത് കള്ളനും പോലീസും എന്നുള്ളതിന് പകരം കള്ളന്മാരും പോലീസും CPM-ക്കും പോലീസും ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ കേരളത്തിലെ ഇപ്പോൾ 4 കോടിയോളം തീർത്ഥാടകർ വന്ന് ആരാധനയ്ക്കെത്തുന്ന ശബരിമലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ചയാവാതിരിക്കാൻ കേരളത്തിലെ നിയമ സംവിധാനത്തിനകത്ത് പെടേണ്ട ഒരു വിഷയം, അത് നിങ്ങൾ കോൺഗ്രസ് പാർട്ടി എടുത്ത സമീപനത്തെ നിങ്ങൾ അഭിനന്ദിക്കേണ്ടതിന് പകരം അത് വീണ്ടും ചർച്ച ചെയ്ത് ഈ 11-ാം തീയതി രാവിലെ 10 മണി വരെ എങ്ങനെങ്കിലുമൊക്കെ ഈ പ്രശ്നങ്ങൾ ലൈവായി നിലനിർത്തി CPM-നെ സഹായിക്കുന്ന നിലപാടാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ എടുക്കുന്നത് എന്നുള്ളത് ഖേദകരമാണ്. ഇതൊക്കെ മുൻകൂട്ടി കാണുവാനുള്ള കഴിവില്ലാത്തവരല്ല കോൺഗ്രസ് നേതാക്കൾ. ബോധ്യമില്ലാത്തവരായിരുന്നില്ല കോൺഗ്രസ് നേതാക്കൾ. പക്ഷേ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയി തെരഞ്ഞെടുപ്പ് ഗോലയിൽ പോലും ഇറക്കി, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും ഇറക്കി. എന്നിട്ട് ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതായിട്ട് ഭാവിച്ചു കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല പാലക്കാട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത്. നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് ഇത്. നിങ്ങൾ തന്നെയാണ് ഇതിന് വളം വെച്ച് കൊടുത്തത്. നിങ്ങൾ മനുഷ്യ ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ്. അതായത് രാജ്യത്തെ നിയമ സംവിധാനത്തിനകത്ത് ആ വ്യക്തി കുറ്റക്കാരനാണെങ്കിൽ നടപടി സ്വീകരിക്കട്ടെ എന്നൊരു പാർട്ടി തീരുമാനിച്ചിട്ട് ആ പാർട്ടിക്കകത്ത് നിന്ന് ഇപ്പോൾ CPM-ന്റെ നമുക്കറിയാം, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന് ശരിക്കും കിളി പോയ പോലെയാണ്. ഇപ്പോഴല്ല, പൊതുവെ മലയാളികൾക്ക് അറിയാം അദ്ദേഹത്തിന് ഒരു അല്പം കമ്മിയുണ്ടോ എന്നൊരു സംശയമുള്ള രീതിയിൽ പൊട്ടിച്ചിരിക്കും നമ്മൾ കാണുന്നുണ്ടല്ലോ. അതായത് മുകേഷിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം സിനിമക്കാരനല്ലേ? നിങ്ങൾ നോക്ക്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ P ശശി എവിടുന്ന് വന്നതാണ്? അദ്ദേഹം പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കും. എന്തിനാണ് രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറി നിന്നത്? അദ്ദേഹത്തിന് പരാതി കൊടുത്ത് ആ പരാതി ഒതുക്കി തീർക്കാൻ നോക്കി. ഒടുവിൽ ആ പരാതി കേസായി FIR ഇട്ടൊക്കെ വന്നതിന് ശേഷവും അത് ഒതുക്കി തീർത്ത് അദ്ദേഹം ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നു. അതുപോലെ ഗോപി കോട്ടബെർക്കൽ, PK ശശി, M മുകേഷ്, ഇങ്ങനെ എത്ര ആളുകളെ ന്യായീകരിച്ചുകൊണ്ട് അവർ ജയിലിൽ പോകേണ്ടതിന് പകരം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതിന് പകരം അവർക്ക് സംരക്ഷണം ഒരുക്കി ഈ റെജി ലൂക്കോസിനെ പോലെയുള്ള ആളുകൾ ധാർമ്മികതയും നിയമവും പറയാൻ നാണമില്ലേ നിങ്ങൾക്ക്? ആരെങ്കിലും ഒരു കൂട്ടർ, കോൺഗ്രസോ ജനാധിപത്യ മുന്നണിയോ ആരെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ CPM ചെയ്തതുപോലെ അക്യൂസ്ഡ് പേഴ്സൺ മാത്രമാണ് പ്രതി. കുറ്റവാളിയായി ജഡ്ജ് കോടതി പറയട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് വേണമെങ്കിൽ കോൺഗ്രസിന് പറയാമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അതായത് ആരോപണത്തിൽ നിന്ന് മുക്തമായി വന്നതിന് ശേഷം ഇനി കോൺഗ്രസിനകത്തേക്ക് മതിയെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ തീരുമാനമെടുത്ത ഒരു മഹിതമായ പ്രസ്ഥാനത്തിന്റെ ഈ നിലപാടിനെ പരിഹസിക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുന്നത്? അല്ലാതെ മറ്റു വഴിയില്ലായിരുന്നു. നിങ്ങൾക്ക് വെറുതെ തോന്നുന്നു. മറ്റു വഴികളില്ലായിരുന്നു. അതിൽ തർക്കിക്കേണ്ട. മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ ഈ പറയുന്ന ഷാഫി പറമ്പിലിന്റെയും ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നേനെ. നമുക്ക് മാതൃകയുണ്ടല്ലോ, നമുക്ക് മാതൃകയില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനുശേഷമാണ് നടപടിയെടുത്തത്? സരിത എന്ന് പറയുന്ന സരിത അല്ല, കേൾക്ക് നിങ്ങൾ,
അല്ല കേൾക്ക് നിങ്ങൾ, സരിത എന്ന് പറയുന്ന ഒരു കേരളീയരെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു സിനിമാ നടിയെ അതിക്രൂരമായി ഉപദ്രവിച്ചു എന്ന് അവർ ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് സ്റ്റുഡിയോ റൂമിൽ ഇരുന്ന് ഇന്റർവ്യൂ കൊടുത്ത് പൊട്ടിക്കരഞ്ഞത് നമ്മൾ കണ്ടതല്ലേ? അതിനുശേഷം എത്ര പേര് ആ MLA-ക്കെതിരെ പരാതി കൊടുത്ത് ഇപ്പൊ ആ MLA നിയമസഭക്കകത്ത് ഇരിക്കല്ലേ? ഏതെങ്കിലും അവസരം CPM തള്ളി പറഞ്ഞോ? ഇപ്പൊ ഈ വിഷയം ഒരു ആരോപണം വന്നപ്പോഴേക്കും കോൺഗ്രസ് അതിന്റെ MLA-യെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസിനെ പ്രസിഡന്റാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ CPM എന്താ ചെയ്തത്? ഒരാളുടെ പേരിലാണ് ആരോപണം വന്നത്. ആരോപണം ഏതെങ്കിലും മറക്ക് പിറകിരുന്ന് ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യം കൊണ്ട് ആരെങ്കിലും ഉന്നയിച്ചതാണോ? അവരുടെ ഭാര്യ പറഞ്ഞു, CPM നേതാക്കന്മാരുടെ ഭാര്യയാണ്, ഒരു മുൻ MLA-യുടെ മകളാണ് CPM-ന്റെ പ്രധാന നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ച് പാർട്ടിക്ക് പരാതി കൊടുത്തത്. ആ പരാതി കൊടുത്ത MLA പുറത്താണ്. വേട്ടയാടിയ വേട്ടക്കാരൻ CPM-നകത്ത് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ ഇരിക്കുന്നു. അതിനൊന്നും നിങ്ങൾക്കാർക്കും ഒരു പരാതിയില്ലേ? CPM-നെ ഇക്കാര്യത്തിൽ മാതൃകയാക്കേണ്ട. കാരണം CPM ഒരിക്കലും CPM എല്ലാ കാലത്തും പാർട്ടി കോടതിയിലാണ് ഇക്കാര്യങ്ങൾ തീരുമാനിച്ചത്. CPM-നെ മാതൃകയാക്കേണ്ട. പക്ഷെ നിങ്ങൾ വലിയ മാതൃക കാട്ടിയെന്ന് വീമ്പടിക്കുന്നുണ്ട്. പക്ഷെ അതിന് മാതൃകയായിരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, അതിന് മാതൃകയായിരുന്നില്ല കോൺഗ്രസ് കാട്ടിയത്. അങ്ങനെയായിരുന്നുവെങ്കിൽ പാലക്കാട് വീണ്ടും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് കോൺഗ്രസ് നേതാക്കളുടെ കൂടെ രാഹുൽ ഇറങ്ങില്ലായിരുന്നു. അല്ല, CPM ഞാൻ ന്യായീകരിച്ചില്ലല്ലോ. CPM ഇക്കാര്യത്തിൽ അവകാശപ്പെടാൻ ഒന്നുമില്ല. കാരണം അവർ ഒരു നടപടിയും CPM എടുക്കാത്തവരാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതേ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ മാതൃകയാക്കി എന്ന് കോൺഗ്രസും വീമ്പടിക്കേണ്ട എന്നാണ് പറഞ്ഞത്. നോക്ക്, അല്ല CPM-ന് രാജ്യത്തെ നിയമങ്ങൾ ബാധകമല്ലേ? CPM രാജ്യത്തെ നിയമങ്ങൾ ബാധകമല്ലേ? നിങ്ങൾ ഇന്ന് ഈ വിഷയത്തിൽ ഇപ്പൊ നിങ്ങൾ നോക്ക്, അതും രാഷ്ട്രീയ പാർട്ടിയല്ലേ? അല്ലല്ല, CPM കേരളത്തിലെ ഒന്നാമത്തെ രാഷ്ട്രീയ പാർട്ടിയല്ലേ? ഭരിക്കുന്ന ആളുകളല്ലേ? അവരുടെ കയ്യിലല്ലേ ആഭ്യന്തരമുള്ളത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തെ പിടികൂടി ശിക്ഷിക്കുന്നതിന് ആരാണെതിര്? ഈ കേരള പോലീസും പിണറായി വിജയന്റെ ടീമും തന്നെയല്ലേ? അവരല്ലേ ഈ നാടകം കളിക്കുന്നത്? നിങ്ങൾ എഴുതി വെച്ചോ, ഈ നാടകത്തിന്റെ കാലാവധി ഡിസംബർ 11 രാവിലെ 10 മണി വരെയാണ്. ഈ എപ്പിസോഡ് അപ്പോഴാണ് അവസാനിക്കുക. സാധ്യതയുണ്ട്. ശ്രീകുമാർ മനയിൽ